മയക്കുമരുന്ന് കേസുകളിൽ പ്രതിസന്ധിയിലായി മുസ്ലിം ലീഗ്. 3 സജീവ ലീഗ് പ്രവർത്തകരാണ് ഒരു മാസത്തിനിടെ പിടിയിലായത്. പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈർ, യൂത്ത് ലീഗ് നേതാവ് സാദിഖ് അലി കൂമ്പാറ, കാസർകോട്ടെ ലീഗ് നേതാവ് എം.കെ. മസൂദിൻ എന്നിവർ അറസ്റ്റിലായിരുന്നു. കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, കഴിഞ്ഞ ഏതാണ്ട് 10 വർഷക്കാലമായി അധികാരത്തിൽ ഇല്ലാതിരുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ സ്വയം തൊഴിൽ കണ്ടെത്തി വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നു. പക്ഷേ അതെല്ലാം നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഹരി കച്ചവടം, ഒരുപക്ഷെ ഫാത്തിമ തഹ്ലിയൊക്കെ കഴിഞ്ഞ ദിവസം വലിയ ആവേശത്തോടുകൂടി ലഹരിക്കെതിരെ വർത്തമാനം പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പി.കെ. ഫിറോസിനെ പോലുള്ളവർ മറ്റുള്ളവർക്കെല്ലാം സദാചാര ഉപദേശം നൽകുന്നു, ധാർമ്മിക ഉപദേശം നൽകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഓരോ ദിവസവും ലഹരി കേസിൽ ലീഗ് നേതാക്കന്മാർ കൂട്ടത്തോടെ അകത്തു പോകുന്ന കാഴ്ചയാണല്ലോ കാണേണ്ടി വരുന്നത്. കുട്ടൻ, ഷമി, സംസ്ഥാനത്തിനകത്തും പുറത്തുമായി മയക്കുമരുന്ന് കേസുകളിൽ, ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിരവധി ലീഗ് പ്രവർത്തകരാണ് ഇപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം നേതാക്കൾ ഉൾപ്പെടെ 3 ലീഗുകാർ അറസ്റ്റിലായിട്ടുണ്ട്. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈറിനെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസമാണ് കുന്ദമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ലഹരി ഇടപാട് നടത്തുന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇയാൾ വാഹനം പരിശോധിക്കാൻ വേണ്ടി പോലീസ് തയ്യാറാവുന്നത്. ആ ഘട്ടത്തിൽ ഇയാളെ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തെ ഇയാൾ ആക്രമിച്ചു. ആ സിവിൽ പോലീസ് ഓഫീസർക്ക് പരിക്ക് പറ്റിയ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ബുജൈർ ലഹരി കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥിരം മയക്കുമരുന്നിന് അടിമയാണ് താനെന്ന് ഇയാൾ തന്നെ പോലീസിനോട് കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ദേലമ്പാടിയിലെ ലീഗ് നേതാവായ എം.കെ. മസൂദ് ദിവസങ്ങൾക്ക് മുമ്പാണ് മംഗലാപുരത്ത് പോലീസ് പിടിയിലായിരിക്കുന്നത്. അദ്ദേഹം അവിടുത്തെ ഈ കാസർഗോഡ് ദേലമ്പാടിയിലെ പ്രധാനപ്പെട്ട ലീഗിന്റെ നേതാവാണ്, പ്രാദേശിക നേതാവാണ്. അവിടെ അടൂർ സ്വദേശിയാണ് ലീഗിന്റെ പ്രമുഖ നേതാവ്. അതോടൊപ്പം തന്നെ അടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ കൂടിയാണ് എം.കെ. മസൂദ്. മസൂദിന്റെ കയ്യിൽ നിന്നും പിടിക്കപ്പെടുമ്പോൾ 123 കിലോ കഞ്ചാവ്, അതായത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കഞ്ചാവുമായാണ് ഇയാൾ 2 കൂട്ടാളികൾക്കൊപ്പം കർണാടക പോലീസിന്റെ പിടിയിലാവുന്നത്. കേരളത്തിനകത്തും അതോടൊപ്പം തന്നെ കർണാടകയുടെ പല ഭാഗങ്ങളിലും സ്കൂൾ കുട്ടികൾക്കടക്കം കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിന്റെ പ്രധാനപ്പെട്ട തലവനാണ് മസൂദ് എന്നുള്ളതാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് കോഴിക്കോട് തന്നെയുള്ള മറ്റൊരു യൂത്ത് ലീഗ് നേതാവ് അറസ്റ്റിലായിരുന്നു. അത് ബേക്കൽ പോലീസിലായിരുന്നു. ബേക്കൽ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാരക മയക്കുമരുന്നായ MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കൂടരഞ്ഞിയിലെ യൂത്ത് ലീഗിന്റെ മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സാദിഖ് അലി കൂമ്പാറയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളും സംസ്ഥാനത്തിനകത്തും പുറത്തും ഈ MDMA വിൽപ്പന നടത്തുന്ന ലഹരി മാഫിയയുടെ മുഖ്യ കണ്ണിയാണെന്നാണ്. അതിന്റെ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ ഇടയൊക്കെ സാഹചര്യം എന്നുള്ളത് 2 പേരെ, അബ്ദുൽ ഖാദർ, മുഹമ്മദ് ദാനിഷ് എന്നീ 2 പേരെ വലിയ തോതിൽ MDMAയുമായി കാസർഗോഡ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 2 പേരുടെയും ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ, അതോടൊപ്പം തന്നെ ഫോൺ കോളുകളൊക്കെ പോലീസ് വിശദമായി പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കോഴിക്കോട് കൂടരഞ്ഞിയിലെ യൂത്ത് ലീഗ് നേതാവ് സാദിഖ് അലിക്ക് വേണ്ടിയാണ് MDMA എത്തിച്ചതെന്ന് പോലീസ് മനസ്സിലാവുന്നത്. സാദിഖ് അലി ലഹരി മാഫിയ സംഘത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണിയാണെന്ന വിവരവും പോലീസ് ലഭിച്ചു. സാദിഖ് അലി നടത്തിയ പണമിടപാടുകൾ, ഫോൺ കോളുകളൊക്കെ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയായിരുന്നു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എത്തുന്നു എന്നുള്ള വിവരം ലഭിച്ചു. കുട്ടൻ തുടരൂ.